ഡ്രസ്സ് നനഞ്ഞ കാരണം ത്രിലോക് വേഗം ഡ്രസ്സ് മാറി ഇറങ്ങി അലമാരയുടെ കണ്ണാടിയിൽ നോക്കി. അപ്പോഴാണ് ഹാളിൽ നിന്ന് തുണി വിരിക്കുന്നവളെ കണ്ടത്. ഇത്ര നേരം അവളെ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഇട്ട ചുരിദാർ നല്ലപോലെ നനഞ്ഞിട്ടുണ്ട്. അത് നനഞ്ഞ ദേഹത്തോട് ഒട്ടിക്കിടക്കുമ്പോൾ അവളുടെ അകമളവോളെ എടുത്തു കാണിച്ചു. തലയിലൂടെ ഇറ്റിറ്റു വീഴുന്ന വെള്ളത്തുള്ളികളും ത്രിലോക് കണ്ണുകൾ ഇറുക്കെ മൂടി. അവൻ്റെ ശരീരത്തിൽ ഒരു കോരിത്തരിപ്പ് അനുഭവപ്പെട്ടു. മിഴികൾ അടയ്ക്കാൻ കഴിയാതെ വീണ്ടും അവളെ നോക്കാൻ തോന്നുന്നു. ത്രിലോക് വീണ്ടും അവളെ ഉറ്റുനോക്കി. അവൻ്റെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കം. ചുണ്ടുകൾ വിടർന്നു. തുണിയെല്ലാം വിരിച്ച് വൈദ്യ റൂമിലേക്ക് ചെന്നു. ത്രിലോക് വേഗം കണ്ണാടിക്ക് മുന്നിൽ മുടി ചെയ്യുന്ന പോലെ നിന്നു. അവൾ അവനെ തൊടാതെ അലമാര തുറന്നു. മാറാനുള്ള ഡ്രസ്സ് തപ്പി. അവളുടെ പിൻകഴുത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന വെള്ളത്തുള്ളികൾ കണ്ടതും ത്രിലോക് ഉമിനീരിറക്കി. അവൻ വേഗം തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. പക്ഷേ കഴിയുന്നില്ല. പിന്നിലേക്ക് എന്തോ വലിക്കുന്നുണ്ട്. അവൻ തിരിഞ്ഞു നിന്ന് അവളെ നോക്കി. ഇപ്പോഴും ഡ്രസ്സ് തിരയുകയാണ്. മെല്ലെ അവളുടെ അടുത്തേക്ക് ചുവട് വെച്ചു. അവളുടെ തൊട്ടു പുറകിൽ നിന്നു. വൈദു അപ്പോഴും തൻ്റെ കാണാതായ ചുരിദാറിൻ്റെ പാൻറ് തപ്പുകയാണ്. തിരയുന്ന കൈവിരൽ ത്രിലോക് ഒന്ന് തഴുകിയതും വൈദു നിശ്ചലമായി. അവളുടെ ദേഹം ഒന്ന് കോരിത്തരിച്ചു. ചുണ്ടുകൾ വിറച്ചു. അവളുടെ കൈവിരലുകൾ മെല്ലെ തഴുകി. ത്രിലോക് കൈകൾ മെല്ലെ തലോടി തോളിൽ തൊട്ടു. ചുരിദാറിൻ്റെ ടോപ്പ് തോളിൽ നിന്ന് അടർത്തി മാറ്റി അവിടെ ചുണ്ടുകൾ അമർത്തുമ്പോൾ വൈദു മിഴികൾ അടച്ചു. അവളുടെ ശരീരം ഒന്ന് വിറച്ചു. ഐ കാൻറ്റ് കൺട്രോൾ. ത്രിലോക് വൈദുവിൻ്റെ ചെവിയിൽ കാറ്റുപോലെ പറഞ്ഞതും അലമാരി ഡ്രസ്സിൽ വൈദു ഇറുകെ പിടിച്ചു. അവളുടെ കാത് ചുംബിച്ച് മെല്ലെ കടിച്ചു. കഴുത്തിലേക്ക് ത്രിലോകിൻ്റെ ചുണ്ടുകൾ ഇഴഞ്ഞു. അവൻ്റെ നിശ്വാസം അടിക്കുമ്പോൾ അവൾക്ക് ഇക്കിളി തോന്നി. കഴുത്തിൽ ചുംബിച്ച് അവിടെ നുകർന്നു അവൻ. വൈദുവിന് വേദന തോന്നി. ദിസ് ഈസ് ദ ഫസ്റ്റ് ഹിക്കി ഐ ഗീവ് യു. കഴുത്തിൽ ചുണ്ടുകൾ ഇഴയുന്നതിനോടൊപ്പം അവൻ്റെ ശബ്ദം നേർത്തു. വൈദുവിൻ്റെ തോളിൽ പിടിച്ച് മെല്ലെ തിരിച്ചു നിർത്തി. അവൻ്റെ മുഖത്ത് യാതൊരു ഭാവമില്ല. മിഴികൾ അവളുടെ മുഖത്ത് തന്നെ. ത്രിലോകിൻ്റെ കൈവിരലുകൾ അവളുടെ മുഖത്ത് ഓടി നടന്നു. ചുണ്ടിൽ മെല്ലെ തഴുകി. അവൻ്റെ മുഖം അടുത്തേക്ക് വന്നതും വൈദു വേഗം കണ്ണുകൾ അടച്ചു. ത്രിലോക് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അവളുടെ ചുണ്ടുകൾ മെല്ലെ നുകർന്നു. അവളുടെ കൈകൾ അവൻ്റെ നെഞ്ചിൽ അമർത്തി. ത്രിലോക് അവളുടെ ചുണ്ടിൽ നിന്ന് മാറി കഴുത്തിൽ ചുംബിച്ചു. വൈദു അവൻ്റെ തോളിൽ വിരലുകൾ അമർത്തി. ത്രിലോക് അവൻ്റെ ചുണ്ടുമ്മലും കഴുത്തിൽ നുകരുമ്പോൾ വൈദു അറിയാതെ വിളിച്ചുപോയി. ത്രിലോക് ആ മാത്രയിൽ ഉയർന്നു വന്ന് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു നിന്നു. വിളിച്ചത് തെറ്റായോ എന്ന നിലയിൽ വൈദു അവനെ നോക്കി. എന്നാൽ ത്രിലോകിൻ്റെ കൈകൾ വൈദുവിൻ്റെ ടോപ്പിനിടയിലൂടെ ഇടുപ്പിലേക്ക് എഴിഞ്ഞു. വൈദു വീണ്ടും വിറച്ചു. അവളുടെ ചുണ്ടുകൾ വിടർന്നു. അവൻ മുകളിൽ നിന്നും ചുണ്ടുകൾ ഇഴിച്ചതും അവളൊന്ന് കുറുകി. തൻ്റെ പ്രാണന്റെ ചുണ്ടിൻ്റെ ചൂട് കഴുത്തിൽ പതിഞ്ഞതും അവൾ അവനെ പുണർന്നു. ത്രിലോക് നനുത്ത ശബ്ദത്തോടെ അവൾ മുഴിഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ ചുഴിയിലമർന്നു. അവൾ പുളഞ്ഞു. അവളുടെ ശീൽക്കാരം ഉയർന്നു കേട്ടതും അവൻ അവളെ തിരിച്ചു കിടത്തി. അവളുടെ കറുത്ത മുടിയിഴകൾ പകഞ്ഞു മാറ്റി പിൻകഴുത്തിൽ ചുംബിച്ചു. അവളുടെ സ്വർണ്ണ നിറമുള്ള രോമങ്ങൾ നാവിനാൽ തഴുകി ഉണർത്തി. അവളുടെ പിടച്ചിൽ അവനെ ഹരം കൊള്ളിച്ചു. അവളിലെ പിൻഭാഗം അമർത്തി തഴുകി. അവൻ്റെ വിരലുകൾ അവളിൽ മായാജാലം തീർത്തു തുടങ്ങി. അവൻ്റെ പ്രവൃത്തി ആ തണുപ്പിലും അവളെ ചൂടുപിടിപ്പിച്ചു. കിതപ്പോടെ ശ്വാസമെടുക്കുന്നവളെ അകറ്റി നിർത്തി തടസ്സമായ ഉടയാടകൾ അഴിച്ചു മാറ്റുമ്പോൾ വൈദുവിന് കുളിരുകോരി. ആദ്യമായി ത്രിലോകിന് മുമ്പിൽ അർദ്ധനഗ്നമായി നിൽക്കുമ്പോൾ വികാരത്തെക്കാൾ ഉപരി അവളെ നാണം കവർന്നു. വൈദുവിനെ ബെഡിലേക്ക് ഇരുത്തി ത്രിലോക് അവളുടെ അടുത്തിരുന്നു. കഴുത്തിലിഞ്ഞ വിരലുകൾ മാറിലേക്ക് താഴ്ന്നപ്പോൾ വൈദു പിടച്ചിലോടെ അവൻ്റെ കൈകളിൽ പിടുത്തമിട്ടു. ത്രിലോക് അവളെ ഒന്ന് നോക്കി. കണ്ണുകൾ അടച്ച് കിതപ്പോടെ ഇരിക്കുന്നുണ്ട്. അവളുടെ തോളിൽ മെല്ലെ ചുംബിച്ചു. വൈദു അവൻ്റെ കൈകൾ സ്വതന്ത്രമാക്കി. ത്രിലോക് അവളുടെ കാലുകൾ ബെഡിലേക്ക് കയറ്റിവെച്ചു. വൈദു ചാരിക്കിടന്ന് അവനെ നോക്കി. ഉഗ്രമായി പെയ്യുന്ന മഴയും ഇടിവിട്ടും വൈദു കണ്ണുകൾ ഇറുക്കി അടച്ചു. ത്രിലോക് തൻ്റെ ബനിയൻ അഴിച്ച് അവളെ നെഞ്ചിലേക്ക് ചേർത്തു. അവൻ്റെ ദേഹത്തേക്ക് നഗ്നമായ തൻ്റെ ശരീരം ചേരുമ്പോൾ വൈദു വല്ലാതായി. അവൾ പിന്നോട്ട് വലിയുന്ന കണ്ട് ത്രിലോക് അവളുടെ നഗ്നമായ ഇടുപ്പിലൂടെ കൈയിട്ട് അവൻ്റെ ദേഹത്തോട് അമർത്തി. അവളുടെ നഗ്നമായ മീനിയുടെ സ്പർശനം അറിഞ്ഞതും ത്രിലോകിൻ്റെ ശരീരത്തിലും മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. വൈദുവിൻ്റെ കഴുത്തിൽ ചുംബിച്ചും നുകർന്നും അവൻ്റെ ചുണ്ടുകൾ താഴേക്കിറങ്ങി. നെഞ്ചിൽ ചുംബിച്ചതും അവൻ നെറ്റി ചുളിച്ചു. ആ ചുംബനെ ഏറ്റുവാങ്ങിയത് വൈദുവിൻ്റെ കഴുത്തിലെ താലിയായിരുന്നു. ത്രിലോക് താലി കടിച്ചെടുത്ത് അവളുടെ കഴുത്തിലെ സൈഡിലേക്കിട്ടു. അവൻ മെല്ലെ മാറി ചുംബിച്ചതും വൈദു ഒന്ന് പൊളഞ്ഞു. നിറഞ്ഞു നിൽക്കുന്ന മൃദുലത കണ്ട് അവന് നാവുകൊണ്ട് ഒഴിയാൻ തോന്നിപ്പോയി. വൈച്ചു.
അവൻ്റെ ഹൃദയതാളം ഉയർന്നു. അവൻ ചെറുതായി കിതച്ചു തുടങ്ങി. അവൻ്റെ ഹൃദയത്തിൻ്റെ വേഗത അവൾ തൊട്ടറിഞ്ഞു. അവൻ പൊടുന്നനെ അവിടേക്ക് മുഖം അമർത്തി വെച്ചു. വായിച്ചു ബെഡിൽ നിന്നും ഉയർന്നു പൊങ്ങി. മാറിൽ നുകരാൻ തുടങ്ങിയതും വൈദു അവൻ്റെ തലയിൽ മുറുകെ പിടിച്ചു. എന്നാൽ രണ്ട് കൈകൾ കൊണ്ടും അവളുടെ കൈകളെ ഇരുവശത്തേക്കും പിടിച്ചുകൊണ്ട് ത്രിലോക് അവളുടെ മാറിൽ മാറി മാറി നുകർന്നു. അവളുടെ വലുതായ മുട്ടിനെ നാവിനാൽ ഞെരിച്ചും കടിച്ചും നുണഞ്ഞ് അവൻ സുഖം കണ്ടെത്തി. അവൾ പൊള്ളിപ്പിടഞ്ഞുകൊണ്ട് അവനിൽ ലയിച്ച് അവന് വിധേയായി. അടുത്തതിൽ പിടുത്തമിട്ട് അവൻ അവയിലേക്ക് ചുണ്ടും നാവും ഇഴച്ചു. അവൻ്റെ നാവുകൾ മാറിൽ രുചിച്ച് താഴേക്കിറങ്ങുമ്പോൾ അവളുടെ കൈകൾ ബെഡ്ഷീറ്റിൽ മുറുകി. അവളുടെ വയറ്റിലെ മാംസളങ്ങളിൽ അവൻ പല്ലുകൾ അഴ്ത്തി. വായിച്ചു കിടന്ന് പുളഞ്ഞു. അവളുടെ ശ്വാസഗതി വേഗത്തിലായി. അവളുടെ ശരീരത്തിൽ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചു. ചുണ്ടുകൾ വരണ്ടുണങ്ങി. അവൾ നാവുകൊണ്ട് ചുണ്ടിനെ നനച്ചു. വൈദുവിൽ നിന്ന് ഉണ്ടാവുന്ന സീൽക്കാരങ്ങൾ അവനിലെ പുരുഷനെ വീണ്ടും ഉണർത്തി. മെല്ലെ ഇറങ്ങി അവളുടെ നേവൽ ചുംബിച്ചു. നേവലിൽ മെല്ലെ നുകർന്നു. നാവുകൊണ്ട് ഒന്നൊഴിഞ്ഞു. വൈദുവിൻ്റെ സീൽക്കാരം പിന്നെ ഉയർന്നു. അവൻ വീണ്ടും അവളുടെ വയറ്റിൽ മുഖമുരസി. ലോലമായ വയറ്റിൽ കൈകൾ അമർത്തി തഴുകിക്കൊണ്ട് അവൻ അവളുടെ ചുഴിയിൽ വിരലാഴ്ത്തി. അവൾ ഉമിനീർ വിഴുങ്ങി. ത്രിലോക്, അവൾ കുറുകി. അവളുടെ ശ്വാസഗതി ഉയർന്നതും അതേ ഗതിയിൽ ഉയർന്നു താഴുന്നവയെ കൈകളിൽ ഞെരിച്ചു പിടിച്ചു. അവൾ അവനെ നെഞ്ചിലേക്ക് അമർത്തിപ്പിടിച്ചു. അവളുടെ മണം അവനെ വീണ്ടും ഉന്മാദത്തിലാക്കി. അവൻ്റെ വിരലുകൾ അവളിൽ ഇഴഞ്ഞു തുടങ്ങി. വീണ്ടും താഴേക്കിറങ്ങി അവളുടെ ആഴങ്ങളിൽ മുഖമമർത്തി. അവിടെ ചുംബിച്ചതും വൈദു ചുണ്ട് ഉള്ളിലേക്ക് പിടിച്ച് വില്ലുപോലെ വളഞ്ഞു. അവിടെ ചുംബിച്ചു നുകർന്നും നനഞ്ഞ ചുണ്ടുകളോടെ വീണ്ടും ഉയർന്നു വന്ന് അവളുടെ ചുണ്ടുകൾ കവർന്നു. ചുണ്ടുകൾ സ്വതന്ത്രമാക്കാതെ വൈദുവിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ അവളുടെ മുഖത്ത് വേദന നിറഞ്ഞു. അവളിലേക്ക് ഓരോ തവണ ആഴ്ന്നിറങ്ങുമ്പോഴും തൻ്റെ പഴയ ഭൂതകാല ഓർമ്മകളെ പൂർണ്ണമായും അവൻ മറന്നുപോയിരുന്നു. ഒടുവിൽ കിതപ്പോടെ അവളുടെ ഇടതുവശത്തേക്ക് അവൻ കയറിക്കിടന്നു. കൈ രണ്ട് തലയ്ക്ക് പിന്നിലേക്ക് കയറ്റിവെച്ച് മുകളിൽ കറങ്ങുന്ന ഫാനിലേക്ക് ഉറ്റുനോക്കി. വൈദു പുതപ്പ് പുതിച്ച് കിതച്ചോട് നാണത്തോടെ തിരിഞ്ഞു കിടന്നു. എന്താണിപ്പോൾ സംഭവിച്ചത്? അവളൊന്ന് തലചരിച്ചു നോക്കി. അവന് ഇടുപ്പ് വരെ നഗ്നമാണ്. ഇടുപ്പിന് താഴെ പുതപ്പിട്ടിട്ടുണ്ട്. സിക്സ് പാക്ക് ബോഡി കണ്ട് വൈദു ചിരിച്ചു. എന്നാൽ പെട്ടെന്ന് തന്നെ അവൻ്റെ ഇടതുകൈ കൊണ്ട് അവളെ വലിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. വൈദു പകച്ചുപോയി. അവളൊന്ന് അവനെ നോക്കി. അപ്പോഴും മുകളിലേക്ക് തന്നെയാണ് നോട്ടം. വൈച്ചു, ഞാനൊരു കാര്യം പറയട്ടെ? നിനക്ക് എന്നെക്കുറിച്ച് അറിയാത്തൊരു കാര്യം. ത്രിലോക് ഒന്ന് നിശ്വസിച്ചു. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ ത്രിലോകിന് അത് പറയാൻ വളരെ ബുദ്ധിമുട്ട് തോന്നി. വേണ്ട, വൈദു അവൻ്റെ ചുണ്ടിൽ വിരൽ വെച്ചു. എനിക്കെല്ലാം അറിയാം, വൈദു പറഞ്ഞു. ത്രിലോക് ഞെട്ടലോടെ തല ഉയർത്തി. വൈദും പെട്ടെന്ന് ഒലിഞ്ഞു. എല്ലാം എനിക്കറിയാം. അജിയേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഉപേക്ഷിക്കുമെന്ന് കരുതിയോ? വൈദു അവൻ്റെ കവിളി പിടിച്ചു. ത്രിലോക് അപ്പോഴും വിശ്വാസം വരാതെ അവളെ ഉറ്റുനോക്കി. അപ്പോൾ നിനക്ക് എന്നോട് സഹതാപമാണോ? വൈദു നെറ്റിയൊളിച്ച് എഴുന്നേറ്റു. സഹതാപോ? അതൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ത്രിലോകിനെ ഇഷ്ടമായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സഹതാപം തോന്നി, ഇഷ്ടം കൂടി, പിന്നെ വാത്സല്യം തോന്നി. ഒരമ്മയിൽ നിന്ന് ത്രിലോക് എന്ത് പ്രതീക്ഷിച്ചോ അതൊക്കെ തരണമെന്ന് തോന്നി. ഞാനും കൂടി അറിഞ്ഞിട്ട് തന്നെയാ അജിയേട്ടൻ കൗൺസിലിങ്ങിന് ഏർപ്പാട് ചെയ്തത്. അപ്പോഴും ത്രിലോക് എല്ലാം മറക്കുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. വൈദു ഇരുന്ന് കിതച്ചു. മാറിൽ നിന്ന് ഊർന്നുപോയ പുതപ്പ് പോലും ശ്രദ്ധിച്ചില്ല. ത്രിലോക് എല്ലാം കേട്ട് അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. പെട്ടെന്ന് തന്നെ അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്ത് നെറ്റിയിലും കവിളിലും താടിയിലും ചുണ്ടിലും മാറി മാറി ചുംബിച്ചു. അവളുടെ കൈകൾ അവൻ്റെ കൈക്കുള്ളിൽ പിടിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നെ വിട്ട് എങ്ങും പോവരുത്. നീയുണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ്, ഒരു പോസിറ്റീവ് ഫീൽ, ത്രിലോക് പറഞ്ഞു. വൈദു ചിരിച്ചു. ആ ചിരിയിൽ മയങ്ങി ത്രിലോക് അവളെയും കണ്ട് വീണ്ടും ബെഡിലേക്ക് ചാഞ്ഞു.